കല്യാണിക്കുട്ടി നന്നായിട്ട് പാടി. എനിക്ക് തോന്നുന്നു ഓർക്കസ്ട്രയുടെ കൂടെ ആദ്യമായിട്ടാണ് പാടുന്നത്. ഈ ഷോയിൽ ആദ്യമായിട്ടല്ലേ? ഈ ഷോയിൽ ആദ്യമായിട്ട്, എക്സ്പെഷ്യലി ഓർക്കസ്ട്രയുടെ കൂടെ ഇത്രയും മനോഹരമായിട്ടാണ്. എനിക്കൊന്ന് കഴിഞ്ഞ റൗണ്ടിൽ പാടിയതിനേക്കാളും കുറച്ചും കൂടെ നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് അവരോടും കൂടെ ചോദിക്കാം നന്നായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. വിവേകേട്ടാ, അടിപൊളിയായിരിക്കും കേട്ടോ, ഒന്നും പറയാനില്ല. ഭയങ്കര തകർത്ത് പാടിക്കുന്നു. നല്ലൊരു പാട്ടുമായിരുന്നു. ഭയങ്കര എന്താ പറയുക, ഭയങ്കര കേൾക്കാൻ നല്ല രസമുള്ള ഒരു പാട്ടായിരുന്നു. എന്തായാലും ഭയങ്കര ലൈവായിരുന്നു. ഓർക്കസ്ട്ര ഒക്കെ കൂടെ വന്നപ്പോഴത്തേക്കും ഭയങ്കര ലൈവായിരുന്നു. അതിമനോഹരമായിരുന്നു കേട്ടോ. ഹെവി. അമ്മു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് പെട്ടെന്ന് കഴിഞ്ഞു പോയ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തീർന്നു പോയല്ലോ എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. അതല്ല, അത്രയും രസം ഉണ്ടായിരുന്നു. അത്രയും അതിലേക്ക് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയി നമ്മളെല്ലാവരും. പിന്നെ ചേട്ടന്മാരെല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടും കൂടുതൽ ബെറ്റർ ആയിട്ടുണ്ട്. അത് ഈ ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഇതാണ് എല്ലാ റൗണ്ട്സിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ യു ഡിഡ് എ വെരി ഗുഡ് ജോബ്. സൗഭാഗ്യ. ഹായ് കല്യാണി. ഐ ഫെൽ സോ ഹാപ്പി മോളെ. ഭയങ്കര ഒരു പ്ലസന്റ് ആയിരുന്നു അത് ഫുൾ കേൾക്കാനായിട്ട്. ഭയങ്കര ഒരു പീസ്ഫുൾ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തു മോൾക്കൊരു തെറാപ്യൂട്ടിക്കൽ ഒരു പ്രോപ്പർട്ടി ഉള്ള വോയിസും തോന്നി. അത് എല്ലാ സ്ട്രെസ്സൊക്കെ മാറി ഇങ്ങനെ കേട്ടില്ല. തെറാപ്യൂട്ടിക്കൽ ഫ്ലോക്സിൻ ഹിലിഫിലിപ്പിക്കേഷൻ. ഇല്ല, സീരിയസ്ലി മാം, ജോക്സ് അപ്പാർട്ട്. അത് അങ്ങനെ ഒരു സ്ട്രെസ്സിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഫുൾ ബോഡി റിലാക്സ്ഡ് ആവുന്ന പോലെ ഒരു വോയിസ് ആണ് മോൾക്ക്. യു ഡിഡ് എ വെരി ഗുഡ് ജോബ്. അതുകൂടെ ഓർക്കസ്ട്ര ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ആ ട്രാക്ക് ഭയങ്കര ഒരു ക്വാളിറ്റി നിങ്ങൾ പ്ലേ ചെയ്യുന്നതിൽ ഹാറ്റ്സ് ഓഫ് നിങ്ങൾക്ക്. ആൻഡ് മോൾക്ക് ഒട്ടും ഒരു ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ഓർക്കസ്ട്രയുടെ കൂടെ പെർഫോം ചെയ്യാൻ നല്ലോണം ജെൽ ചെയ്ത് പോയി. ഭയങ്കര നന്നായിട്ടുണ്ട് മോളെ. യു ഇംപ്രൂവ്ഡ് ലോട്ട്. കല്യാണിക്കുട്ടിയുടെ ഒരു കുഞ്ഞനിയൻ അവിടെ വന്ന് ഇരിപ്പുണ്ട്. ഒരു ഹൈപ്പർ ആയിട്ടുള്ള ഒരു അരിയൻ, ചട്ടമ്പി വീരൻ. എന്താ പേര്? മാധവനുണ്ണിയാണ്. അപ്പൊ കുഞ്ഞുണ്ണി ആരാ? അതെന്റെ പേര്, വീട്ടിന്റെ പേര് ചെല്ലപ്പേരാണ് കുഞ്ഞുണ്ണി. ശരി, ശരിക്കുള്ള പേരല്ല മാധവനുണ്ണിയാ? ഓക്കെ, വീട്ടിൽ വിളിക്കുന്ന കുഞ്ഞുണ്ണി എന്നാണോ? നമുക്ക് കുഞ്ഞുണ്ണി മതി. കുഞ്ഞുണ്ണി മതി. മാധവനെക്കാളും കുഞ്ഞുണ്ണിയാണ് ചേരുന്നത്. അതെ, കുഞ്ഞുണ്ണിയുടെ ചേച്ചിക്ക് ഇപ്പൊ ചോദിച്ച ചോദ്യം എന്താ? വീട്ടിൽ വിളിക്കുന്ന അല്ലല്ല, റെയിൽവേ സ്റ്റേഷനിലാണ് അങ്ങനെ വിളിക്കുന്നത്.
വീട്ടിലങ്ങനെ വിളിക്കാറ്. എന്ത് ചോദ്യമായിരുന്നു. സോറി തമാശ പറയാൻ വേണ്ടി ചിരിച്ചോളൂ. ശരി കുഞ്ഞുണ്ണി. അതെ കല്യാണി വരയ്ക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആണോ? വരയ്ക്കോ? നന്നായിട്ട് വരയ്ക്കോ? നന്നായിട്ട് വരയ്ക്കും. വിവേകേട്ടാ മാത്രല്ല ഈ ഒരു എപ്പിസോഡിലേക്ക് ഒരു പെയിന്റിംഗ് ഒക്കെ ആയിട്ടാണ് കല്യാണി വന്നിരിക്കുന്നത് ചെറിയ സൂചന എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആണോ കല്യാണി? അതെ ആ കുറച്ച് വരണം. കുഞ്ഞുണ്ണിയാണോ നന്നായി വരയ്ക്കുക, ചേച്ചിയാണോ നന്നായി വരയ്ക്കുക? ചേച്ചി അപ്പൊ ചേച്ചിയുടെ ഡ്രോയിങ് എന്തായാലും കാണണം. അടിപൊളിയാട്ടോ. ഇത് ശരിക്കും വരച്ചതാണോ? ഇത് ശരിക്കും അയ്യോ വരച്ചതാണെന്ന് പറയൂല. കണ്ട അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. കല്ലില്ലാണി രണ്ടല്ലുണ്ടല്ലോ. എന്താ നിങ്ങളെ കല്യാണിക്ക് ഒരു എല്ല് കൂടുതലാണ്? വേറെ ഫോട്ടോകളുണ്ടോ വരച്ച ഏതെങ്കിലും? വേറെ ഏതാ കുറച്ച് പെയിന്റിങ്സ് ഉണ്ട്. കൊണ്ടുവന്നിട്ടുണ്ടോ? എടുക്കൂ. കൊണ്ടുവാ എല്ലാം കൊണ്ടുവാ. കുഞ്ഞുണ്ണി എടുത്തിട്ട് വാ എല്ലാം. പെയിന്റിങ്സ് ഇനിയുണ്ടോ വേറെ? ദുബായിൽ ഇനിയുണ്ട് കുറച്ചുകൂടി. ഇനിയുണ്ടോ? ഇത്രേ കൊണ്ടുവന്നുള്ളൂ ഇപ്പൊ തൽക്കാലം. ഇനി വരയ്ക്കണം കേട്ടോ. നന്നായിട്ട് ഇനി ഒരുപാട് വരയ്ക്കും. നമുക്ക് ഭയങ്കര ഒരു വലിയ പ്രദർശനം തന്നെ വെക്കാം. ചിത്ര പ്രദർശനം. തീർച്ചയായിട്ടും. കുഞ്ഞുണ്ണി വരച്ച പെയിന്റിങ്സ് ഒന്നും കൊണ്ടുവന്നിട്ടില്ലേ? നെക്സ്റ്റ് ടൈം കുഞ്ഞുണ്ണി വരച്ച പെയിന്റിങ്സ് കൊണ്ടുവരണം കേട്ടാ. എനിക്ക് കാണണം.